ചോദിച്ചില്ലേ പരസ്യമായി, അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000-ന് വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്, അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്, ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ. മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബറക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാ നിങ്ങളെ സമസ്ത? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബറക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാ നിങ്ങളെ സമസ്ത? അല്ലോ, ഇതാ മാറ്റം. മുടി കൊണ്ട് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ഒരാളും വിചാരിക്കണ്ട. ഇതാ മാറ്റം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കും, മെമ്പർഷിപ്പ് ബോർഡിന്റെ പേരുകൊണ്ട് കൊടുത്താൽ എന്താണെന്ന്. വരട്ടെ, ആയിട്ടില്ല. എന്തുകൊണ്ടാ കാര്യം? മൂപ്പർക്ക് എണ്ണം പോലും തിരിഞ്ഞിട്ടില്ല. ഇവിടെ ഒന്ന് മുജാഹിദിലെ വെല്ലുവിളിക്കണം മുസ്ലിയാക്കന്മാര്, ഞങ്ങൾ ഇതൊന്നും വിചാരിച്ചൊന്നുമല്ല, ഇതിങ്ങനെ പറയണമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? അതായത് എണ്ണം പോലും തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ മുജാഹിദായി കഴിഞ്ഞാല് പ്രയാസം തന്നെ. അത് വളരെ വ്യക്തമായി തന്നെ കണ്ടോളൂ. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ഷറഫാക്കപ്പെട്ട മുടി ഉണ്ട് തന്നെ വെക്കുക, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല, ഞങ്ങൾ അങ്ങനെ കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും, ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു, ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ അധീനതയിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാറ്. ഞാൻ ചോദിക്കുന്നത്, അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കുക. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചു. 34 മുടി. അല്ലാഥാറുൻ നബവിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമ്മാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കുന്നത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാള് പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനക്ക് അനുകൂല.
സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ശഅറത്തൻ എന്നല്ല, സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43 അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ. 1ാം ക്ലാസ് മുതൽ 1 2 3 4 5 6 7 അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവത്തിയും പോലാറി അറബി പഠിപ്പിക്കുന്നത്. ഈ ജാതി എണ്ണറിയാത്ത ആള് വഹാബിയാളുടെ അവസ്ഥ ആലോചിക്കുക. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ പറ്റൂല. എണ്ണം പഠിച്ചിട്ട് വന്നാൽ മതി. അതൊക്കെ പഠിച്ചിട്ട് മുജാഹിദായാൽ മതി. ഇങ്ങനെ ധൃതി കാണിക്കണ്ട. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണോ? ധൃതി വേണ്ട. മാന്യ സഹോദരങ്ങളെ, എന്തിനാണ് നമ്മുടെ വേണ്ടപ്പെട്ട